വെച്ചാൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഓൾ കേരള സൈക്കിൾ റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ സൈക്കിളിൽ ലഗേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് കേരിയറാണ് നമ്മൾ സൈക്കിളിൽ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വെച്ചാൽ നമ്മളെ കേരിയറിൽ ചെറുതായിട്ടൊന്ന് സംഭവം നമ്മൾ കട്ട് ചെയ്യാണ്ട്, അപ്പോൾ ആ സാധനം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു പൈപ്പിൽ നെട്ടിട്ടൊന്ന് ബെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ടാണ് നമ്മളെ കേരിയർ ടൈറ്റ് ആക്കാൻ പോണത്. നമ്മളെ സൈക്കിളിലെ സീറ്റിൽ തന്നെ വെച്ചിട്ട് നമ്മളെ ഈ നെട്ടിട്ട് ഇങ്ങനെ ടൈറ്റാക്കി വെക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിത് ബെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സൈക്കിളിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ശരിക്കൊന്ന് കാണിച്ചു തരാം, എന്നാലും ശരിക്കൊന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളത് അങ്ങനെ ബെൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ സൈക്കിളിൽ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ സീറ്റ് ഇതേപോലെയാണ് നമ്മൾ ആ കേരിയറിൽ നമ്മൾ ആ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നെട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കിയിട്ട് നമ്മൾ അതേപോലെ തന്നെ കേരിയർ നമുക്ക് അതിൽ തന്നെ ഇറക്കി വെക്കാം. അതുകൊണ്ട് ഇതിന് നമുക്ക് സീറ്റിൻ്റെ ആ കമ്പി ഒന്ന് ടൈറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കേരിയർ ആ നെട്ട് വെച്ചിട്ടൊന്ന് ടൈറ്റാക്കിയാൽ മതി. നമ്മൾ കേരിയർ ഇളകാതെ നിന്നോളൂ. എൻ്റെ കേരിയർ കുറച്ചും കൂടി പൊക്കി വെക്കാണ്ട് നമ്മൾ കേരിയറിൻ്റെ അവിടെ തന്നെ ചെറുതായിട്ടൊരു കമ്പി വെച്ചിട്ടൊന്ന് ബിൽഡ് ചെയ്യാണ്ട് നമ്മൾ കേരിയറിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ കേരിയർ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെയാണ് നമ്മളൊരു കമ്പിയിൽ വെൽഡ് ചെയ്ത് വെച്ച് സെറ്റാക്കി നെട്ടൊക്കെ അടിച്ച് സെറ്റാക്കിയുള്ളത്. നമുക്കാണെങ്കിൽ കേരിയർ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടണമെങ്കിൽ ഇടുകയും ചെയ്യാം. പെട്ടെന്നൊരു സംഭവമാണിത് ചെയ്യാൻ പറ്റുന്നത്. കേരിയറിൽ ഇവിടെ നമ്മളൊരു കമ്പി വെച്ച് ബെൽഡ് ചെയ്യേണ്ടതാണ്. അത് വെച്ചാൽ കുറച്ചുകൂടി കേരിയർക്കൊരു ചെറിയത് ഉറപ്പുണ്ട്. അപ്പോൾ ചെറിയ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ചെയ്ത് ഞാൻ മാത്രം അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.